ഓക്കെ, ജിമ്മി, ഇപ്പോൾ അടിയന്തരമായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ സമ്മതം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് 2 മാസം വരെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതിരിക്കാമല്ലോ എന്ന മറുപടിയാണ് VC നൽകുന്നത്. തുടർന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വിളിക്കാതിരിക്കണം എന്നുള്ള നിയമം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അവർ കോടതിയിൽ പോകട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് നടന്നതിന് ശേഷം അടിയന്തര യോഗം വിളിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ നമുക്ക് വ്യക്തമല്ല. പിടിവാശിയിലാണോ ഇപ്പോഴും VC? പിടിവാശി 2 കൂട്ടരും ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോഴുണ്ട്. വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് വരുമ്പോൾ വൈസ് ചാൻസലറെ തടയും. ആദ്യം വൈസ് ചാൻസലറെ തപ്പിയാണ് SFIക്കാർ ആദ്യം കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുന്നത്. വൈസ് ചാൻസലറെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വൈസ് ചാൻസലറുടെ വീട്ടിൽ പോയി മാർച്ച് നടത്തുന്നു. അതിന് VC പറഞ്ഞത് എൻ്റെ ഭാര്യ താമസിക്കുന്ന അതൊരു ആശുപത്രി കെട്ടിടം കൂടിയാണ്, അവിടേക്ക് ഒരു മാർച്ച് നടത്തി. അങ്ങനെ മൊത്തത്തിൽ വൈസ് ചാൻസലർ ഇവിടുന്ന് ഓടുകയാണ്, പലായനമാണ് തൃശ്ശൂരേക്ക്. വന്നാൽ എന്നെ അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അടിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവിടെ നിന്ന് വൈസ് ചാൻസലർ തിരിച്ചു വരികയാണ് സർക്കാർ കൊടുത്ത ഉറപ്പിൻ്റെ ഭാഗമായി. അപ്പോൾ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, വൈസ് ചാൻസലറും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്ന് മാത്രമല്ല, വൈസ് ചാൻസലർ ഇന്ന് മന്ത്രിയെ പോയി കണ്ട് ചർച്ച നടത്തുകയും ചെയ്തു. മിക്കവാറും 1-2 ദിവസത്തിനകം ഈ വിഷയം അവസാനിക്കും എന്നുള്ളതാണ് ശരി. പക്ഷേ ഇത്രയും ദിവസത്തെ ഭരണസ്തംഭനത്തിന് ഉത്തരവാദി ആര് എന്ന് അന്വേഷിക്കാനുള്ളൊരു അവസരമായി ഞാനിതിനെ കാണുകയാണ്. സംഭവബഹുലമായ 3 ആഴ്ചകളാണ് കേരളം കടന്നുപോയത്. അതാദ്യം ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജുകളിലെ വലിയ ദുരവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഹാരിസുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണുകൊണ്ട് ജൂലൈ 3-ാം തീയതി വേറൊരു വലിയ വിവാദം വരുന്നു. കോട്ടയത്ത് ഒരു സ്ത്രീ മരിക്കുന്നു. അവിടെ നിന്ന് ഇതിൻ്റെ ഒരു രീതി മാറുകയാണ്. ഡോക്ടർ ഹാരിസിനെതിരെ ആരും പടപ്രപാഠം നടത്തിയില്ല. പക്ഷേ മറ്റേത് വലിയ സമരമായി മാറുന്ന സാഹചര്യത്തിൽ നോക്കൂ, നമ്മൾ ആദ്യം കാണുന്നത് DYFIയും അതുപോലെയുള്ള ഇടതുപക്ഷ സംഘടനകളും, പ്രത്യേകിച്ച് DYFI പറഞ്ഞത് മന്ത്രിയെക്കെതിരെയാണ് പരിപാടിയെങ്കിൽ അവരൊരു സ്ത്രീയാണ്, അവരൊരു മന്ത്രിയാണ്, ബാക്കിയുള്ളവർക്കും വീടുമുണ്ട്, ഓഫീസുമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വരും മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തിയായ ഒരു മുന്നറിയിപ്പ് നടത്തി തെരുവിൽ നേരിടാനുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ തുടങ്ങുകയായിരുന്നു. അവിടെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പും സർക്കാരിനെതിരെ സമരം വരുമ്പോൾ, മന്ത്രിമാർക്കെതിരെ സമരം വരുമ്പോൾ DYFI ഇതിനു മുമ്പും സമരം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കരികൊടി കാണിച്ചപ്പോൾ ചെടിച്ചട്ടി ഹെൽമറ്റ് പ്രയോഗം നടത്തിയതാണ് ഈ DYFI. അങ്ങനെ ഈ സമരത്തിൻ്റെ ഒരു ഗതിയെ തിരിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടും കാര്യങ്ങൾ കയ്യിൽ വരുന്നില്ല, വിഷയം കൈവിട്ട് പോകുന്നു എന്ന അവസരത്തിലാണ് പെട്ടെന്ന് വീണ് കിട്ടുന്ന ഒരു വിവാദമായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാളിൽ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബയുടെ പടം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. അവിടെ നിയമത്തിനെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങൾ ഇതിനു മുമ്പ് മാധ്യമങ്ങളിലും നാട്ടിലും ഒക്കെ നടന്നതാണ്. ഇതൊരു സ്വകാര്യ പരിപാടിയാണെന്നും ആ സ്വകാര്യ പരിപാടിയിൽ മതപരമായ ചടങ്ങുകൾക്ക് മാത്രമാണ് സെനറ്റ് ഹാൾ കൊടുക്കുന്നതിന് വിലക്കെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയത് അതിനു മുമ്പ് 2 തവണ ആദ്യം CPIയുടെ മന്ത്രി, അത് കഴിഞ്ഞ് ശിവൻകുട്ടി, ഈ 2 പേരും ഗവർണർക്കെതിരെ വലിയ ശക്തമായ നിലപാടെടുത്തു. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ആദ്യത്തെ 2 സംഭവങ്ങളിലും പോട്ടെ, ആദ്യത്തേത് CPIയുടെ ആണെന്ന് പറയാം. അതിനുശേഷം ശിവൻകുട്ടി വന്ന് ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ നിലപാടെടുക്കുമ്പോഴും ഇവിടെ ആരും അങ്ങനെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ വിഷയം ഒരു അവസരമാക്കി എടുക്കുകയും കേരളത്തിലുണ്ടായിരുന്ന ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, മന്ത്രി പറഞ്ഞു കുടുങ്ങിയ സിസ്റ്റം എറർ, അതിനുശേഷം കേരളത്തിലെ ഒരുപാട് ആശുപത്രികളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും സൂചി മുതൽ സ്റ്റെൻറ്റ് വരെയുള്ള കാര്യങ്ങൾക്ക് നാട്ടുകാർ പുറത്തുപോയി വാങ്ങിക്കേണ്ടി വരുന്നു എന്നുള്ള വലിയ കാര്യങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. കാരണം ഇതൊരു സ്വകാര്യ പരിപാടിയാണെന്നുള്ളത് വ്യക്തമായിരുന്നു. അത് തടഞ്ഞു. ശരി, അതിനകത്ത് വൈസ് ചാൻസലർക്ക് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു. സെക്ഷൻ 10(3) അനുസരിച്ച് വൈസ് ചാൻസലർക്ക് അങ്ങനെ നടപടിയെടുക്കാമെന്നും സിൻഡിക്കേറ്റ് സെഷനിലല്ലെങ്കിൽ അത്യാവശ്യമാണെന്ന് വൈസ് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ ഈ നടപടി എടുക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ നിയമവശമാണ്. വേണമെങ്കിൽ കോടതിയിൽ പോയി നമുക്ക് തിരിച്ചാണെന്ന് വാദിക്കാം. പക്ഷേ അതൊക്കെ കോടതിയിൽ പോയി തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ SFI വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നു, DYFI നിലപാടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു. പിന്നെ ഒരു 2-3 ആഴ്ച, ഒരാഴ്ചയെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയിൽ കൂടുതൽ വളരെ വലിയ സമര പരമ്പരയാണ് നടന്നത്. ഇത് കേരളത്തിലെ വിഷയത്തിൽ നിന്ന്, കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ SFIയും അതിനു മുമ്പ് DYFIയും നടത്തിയ ഒരു ശ്രമമായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയം ഇത്രയും കുളമായത്. വൈസ് ചാൻസലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ, ഈ പ്രശ്നം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയി തെളിയിക്കാം. പക്ഷേ അതിനെന്താണ് ചെയ്തത്? സിൻഡിക്കേറ്റ് നിയുക്ത വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടതിന് ശേഷം യോഗം ചേരുന്നു. അതിനുശേഷം നമ്മുടെ രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നതായി പറയുന്നു. അതിനുശേഷം കോടതിയിൽ പോയിട്ട് കൊടുത്ത ഹർജി പിൻവലിക്കുന്നു. കാരണം തലേദിവസം കോടതിയിൽ നിന്ന് കാര്യമായി കേട്ടു, കേസ് തോറ്റുപോയേനെ.
അതുകൊണ്ട് പിൻവലിക്കുന്നു. ഇങ്ങനെ ഒരു വശത്ത് കോടതി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുമ്പോഴും എങ്ങനെയെങ്കിലും ബഹളമുണ്ടാക്കി ഇതൊരു വലിയ വിവാദമായി കത്തി നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. അവിടെ കൊണ്ടും വിഷയം തീർന്നില്ല. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഒരു സ്വകാര്യ പരിപാടിയിൽ RSSൻ്റെയോ സംഘപരിവാറിൻ്റെയോ മറ്റോ സ്വകാര്യ പരിപാടിയിൽ പോയത് ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെയും SFIയുടെ സമരം നടക്കുന്നു. ഇന്ന് എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്? അതൊരു സ്വകാര്യ പരിപാടിയല്ലേ, അവർക്ക് പൊക്കൂടെ, അതിനെന്താ കുഴപ്പമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല കേരളത്തിലെ SFI ഒക്കെ പറഞ്ഞതും അതിനോട് കൂടെയാണ് ഇടതുപക്ഷം മുഴുവൻ നിന്നതും. അപ്പോൾ വിട്ടുവീഴ്ച 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും എല്ലാവർക്കും വരികയാണ്. കാരണം എന്താ, യൂണിവേഴ്സിറ്റിയിൽ ഭരണസ്തംഭനമാണ്. ഗവർണറെ യൂണിവേഴ്സിറ്റിക്കകത്ത് കയറുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പിട്ടിട്ട് കയറിയാൽ മതി എന്ന നിലപാടെടുത്തത് കൊണ്ടാണ് ഭരണസ്തംഭനം ഉണ്ടായത് എന്നും ശരിയാണ്. അപ്പോൾ വിഷയം എങ്ങനെയെങ്കിലും തീർക്കണം. അതുകൊണ്ട് എന്താ ഗുണം? വിഷയം തീർക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ആ രജിസ്ട്രാറുടെ കാര്യത്തിൽ ഒരു മാന്യമായൊരു ഒത്തുതീർപ്പ് മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റും ഇടതുപക്ഷ സംഘടനകളും ആവശ്യപ്പെടുന്നത്. കാരണം ഈ വിഷയം തീർന്നു. വിഷയം ഏത് തീർന്നു എന്നാണ്? വിഷയം തീർന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ചർച്ച അവസാനിച്ചു. ഇതിനിടയ്ക്ക് കീം എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷയെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങളുണ്ടായി. സർക്കാരിൻ്റെ അബദ്ധജടിലമായ തീരുമാനം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വലിയ മനോവിഷമമുണ്ടായി. കുട്ടികളൊക്കെ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകേണ്ടി വരികയോ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുളമായേനെ. മാനസികമായി എത്ര പേര് തകർന്നു കാണുമെന്ന് ആർക്കറിയാം. ആ വിഷയങ്ങളൊന്നും വിഷയമല്ലാതായി. SFIക്ക് കീം പരീക്ഷയിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്, അതിന് ഉത്തരവാദി ആരാണെന്നതിനെക്കുറിച്ച് ഒരു വിഷമവുമില്ല. ഇത് ഒരു UDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ കീം പരീക്ഷ ഇങ്ങനെ കുളവാക്കിയെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അതിൽ സമരമില്ല. കേരളത്തിൽ 66 സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽമാരിൽ 64 താൽക്കാലികമാണ്. അതൊന്നും വിഷയമല്ല. ഇതാണ് വിഷയം. അത് മാറിപ്പോയി എന്ന് മാത്രമല്ല, നമ്മൾ ഈ വിഷയം മുഴുവൻ തുടങ്ങുന്നത് നമ്മളത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൽ ആ ബാത്റൂം ആര് തുറന്നു കൊടുത്തു എന്നായിരുന്നല്ലോ തർക്കം. ബാത്റൂം അടച്ചിട്ടതാണോ, ഇവർ പൊളിച്ചു കയറിയതാണോ, മന്ത്രിയാണോ ഉത്തരവാദി, മന്ത്രി മനഃപൂർവ്വം രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി, ഇതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞു മന്ത്രിയല്ല ഉത്തരവാദി, മന്ത്രിയാണോ രക്ഷാപ്രവർത്തനം നടന്നതെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് അദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്. ശരി. അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ സ്ത്രീ മരിച്ചത് എങ്ങനെയാണ്, ആരാണ് ഉത്തരവാദി? നമുക്കറിയില്ല. ഇപ്പോഴും ഇപ്പോൾ വരുന്നു നടപടി ഉടനെ എടുക്കുമെന്നാണ് പറഞ്ഞത്. നടപടിയില്ല, ഒരു കാര്യവുമില്ല. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും രോഗികൾ സാധനങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിച്ച് സർജറി നടത്തുന്നുള്ള കാര്യം വന്നു. നടപടിയുണ്ടായോ? ഇല്ല. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കെട്ടിടങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്ന് വന്നു. അതിനെക്കുറിച്ച് നമ്മൾ നടപടിയെടുക്കും, കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ചർച്ചയുണ്ടായോ? ഇല്ല. അങ്ങനെ കഴിഞ്ഞ 3 ആഴ്ചയായി വളരെ വിദഗ്ധമായി കേരളം ചർച്ച ചെയ്യേണ്ട നിർണായകമായ 2 വിഷയങ്ങൾ, അത് കീമിൻ്റെ കാര്യത്തിലെ സർക്കാരിൻ്റെ പിടിപ്പുകേടും സർക്കാരിൻ്റെ ബുദ്ധിശൂന്യമായ ഇടപെടലും, മെഡിക്കൽ കോളേജിലെ ഒരു സ്ത്രീ മരിച്ചതിൻ്റെ വിഷയം, ഇതെല്ലാം കേരളത്തിൽ തമസ്കരിക്കപ്പെട്ടു. അങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഭരണസ്തംഭനം ഉണ്ടായത്. ഇപ്പോൾ ആ വിഷയം എല്ലാവരും മറന്നല്ലോ. പ്രതിപക്ഷവും കൂടെ സഹായിച്ചു കൊടുത്ത് പ്രതിപക്ഷത്തൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയും ഉണ്ടായില്ല. അങ്ങനെ വിഷയം അവസാനിക്കുമ്പോൾ പിടിവാശി, യൂണിവേഴ്സിറ്റിയിലെ വിഷയം എല്ലാം അവസാനിക്കുകയാണ്. ഇവിടെ പിടിവാശി കാണിച്ചത് ഇടതുപക്ഷമാണ്. അത് ചില വിഷയങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയായിരുന്നു. അത് അവസാനിച്ചതുകൊണ്ട് പിടിവാശി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വൈസ് ചാൻസലറും സർക്കാരും ഇടതുപക്ഷവുമെല്ലാം പിടിവാശി അവസാനിപ്പിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാവരെ കൊണ്ടും മറന്നു കളയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ശേഷമാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ വിഷയം അവസാനിക്കുന്നത്. Meet the editors.